നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഭവാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അജയ് പോവാനായിട്ട് ഒരുങ്ങുവാണ്. ഇത് പണിയാകും. അജയ് പോയിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ കയ്യിൽ നിന്ന് ആ കത്ത് കിട്ടും. ആ കത്തിനകത്ത് എന്താ എഴുതിയിരിക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ തന്നെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭൂമി ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടിലെല്ലാവരും അറിയും. അയാൾ ചിലപ്പോൾ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുമെന്ന് അറിയത്തില്ല. ഭൂമി ഈ സൗഭാഗ്യപുരത്തെ കുട്ടിയാണ്, അതുപോലെ തന്നെ സത്യദാസിന്റെ മോളാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. അതൊക്കെ ഓർത്തപ്പോൾ സമതല ഇട്ടുന്ന പോലെ തോന്നി. പെട്ടെന്ന് തന്നെ ഭവാനി നേരെ അഞ്ജലിയുടെ അടുത്തേക്ക് എല്ലുവാണ്. അങ്ങനെ അഞ്ജലിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഞ്ജന ഭയങ്കര സന്തോഷത്തോട് കൂട്ടിയിരിക്കുകയാണ്. എടി, നീ ശ്രമിച്ചിട്ട് എന്തെങ്കിലും കാര്യം നടന്നോ? എന്ത്? അജയ് ഏണ്ട വീണ്ടും പോവാ. അമ്മേ, അജയ്ക്ക് ഡ്യൂട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഡ്യൂട്ടി? അവന് ഡ്യൂട്ടി ഇല്ലാത്ത ഏതെങ്കിലും സമയമുണ്ടോ? എല്ലാ ഭൂമിയുടെ കളിയാ. ഭൂമി വിളിക്കുന്നിടത്തേക്ക് അവൻ എപ്പോഴും പോകും. ഇപ്പൊ ആ ഭൂമിക്ക് വേണ്ടിയിട്ട് അവൻ ഓടി നടക്കുന്നത്, ഭൂമിയുടെ അമ്മയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല. നിന്നേക്കാളും കൂടുതൽ സ്നേഹം അവളോടാ. അത് കേട്ടതും അഞ്ജന പറഞ്ഞു, അമ്മേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോയില്ല. എൻ്റെ അജയുടെ കൂടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. വിവാഹം ഉറപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അവൻ്റെ തോന്നിയാസമല്ലേ നടക്കണേ. അമ്മേ, ഒരിക്കലും ഈ പറയുന്ന ഭൂമിയെ അജയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. അജയ് എൻ്റേത് മാത്രം, അതിനൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞു. എടി, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിനക്കറിയാലോ. എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഭൂമിയെ ഒഴിവാക്കണം, എന്നാലേ കാര്യമുള്ളൂ. അമ്മേ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കാരണവശാലും ഭൂമി ഈ വീട്ടിലേക്ക് വന്ന് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഭൂമി ഈ വീട്ടിലേക്ക് വന്ന് കയറില്ല എന്നൊക്കെ ഒരു പ്രതിജ്ഞ പോലെയാണ് അഞ്ജന പറയണേ. ഭവാനിയുടെ മനസ്സിലാണ് ടെൻഷനാ. തേമേ, കമാല് പോയിട്ടുണ്ട് ഭൂമിയുടെ പിന്നാലെ. പക്ഷേ എങ്കിൽ എത്രത്തോളം സക്സസ് ആണെന്നൊന്നും അറിയത്തില്ല. അതേസമയം ഭൂമി ഹൈ റേഞ്ചിന് വെച്ച് പിടിക്കുകയാണ്. കാരണം അവിടെയാണ് ഭൂമിയെ പഠിപ്പിച്ച ഒരു സാറുള്ളത്, ക്രിമിനോളജി പഠിപ്പിച്ചേ. അപ്പോൾ ഒരുപക്ഷെ സാറിൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും വിവരം കിട്ടും. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അതുപോലെ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭൂമി എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാറിനെ കാണിക്കുവാണെങ്കിൽ സാറ് കൃത്യമായിട്ട് അമ്മയെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയാണ് ശങ്കരനാരായണനെ കാണാനായിട്ട് പുറപ്പെടുന്നത്. അപ്പോൾ ഭൂമി ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് ബസ് കയറാൻ നടക്കുന്ന സമയത്ത് ഭൂമിക്ക് തോന്നി തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന്. കാരണം ഇന്നലെ രാത്രി മുതൽ ഭൂമിയെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് ഭൂമി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബൈക്കിലെടുത്ത ഹെൽമെറ്റൊക്കെ വെച്ച് അത് കമാലായിരുന്നു. ഇയാൾ തന്നെ പിന്തുടർന്ന് വന്നാണോ? താൻ ഓട്ടോറിക്ഷയ്ക്ക് വരുന്ന സമയത്ത് പിന്നാലെ തന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. താൻ ശ്രദ്ധിക്കുകയും ചെയ്തതാണ്. ഇടയ്ക്ക് തനിക്കൊരു സംശയം തോന്നി തിരിഞ്ഞു നോക്കിയതാണ്. പക്ഷേ എന്തോ ഭൂമിക്ക് വല്ലാത്ത ടെൻഷൻ. പിന്നീട് ഭൂമി അടുത്ത് ബസ്സിലേക്ക് പോയി കയറുവാണ്. അപ്പോഴേക്കും കമാൽ നോക്കി അവളെ എവിടേക്കാണ് കയറുന്നതെന്നൊക്കെ ഉള്ളത്. ഈ പറയുന്ന ഭവാനിക്ക് അറിയത്തില്ല അവൾ ഹൈ റേഞ്ച് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അവളെ പിന്തുടർന്ന് അവളെ ഇല്ലാതാക്കാനായിട്ടാണ് കമാൽ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് ഭയങ്കര ടെൻഷനായി. തന്നെ ആരോ പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അച്ഛൻ കത്തിൽ എഴുതിയേക്കുന്ന പോലെ അച്ഛന് മാത്രമല്ല ഭീഷണിയുള്ളത്, തനിക്കും ഭീഷണിയുണ്ട്. തന്നെ വകവരുത്താനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെന്തിനാ ഏതിനാന്നും ഭൂമിക്ക് മനസ്സിലായതുമില്ല. അതേ സമയത്ത് വീട്ടിലേക്ക്, സൗഭാഗ്യവൃത്തെ വീട്ടിലേക്ക് അജയുടെയൊക്കെ ഒരു കസിൻ സിസ്റ്റർ വരുന്നുണ്ട്, അനുപമ. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അജയ് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരൻ്റെ കല്യാണമാണ്, പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ അനുഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. മോളെ, നീ ഇപ്പോഴെങ്കിലും എത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞു. അതിന് ഒടുവിൽ അജയ് പറഞ്ഞു, നീ വാ, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് വിളിച്ചോണ്ട് പോവാണ്. അത് ഭവാനി കണ്ടു. അനുപമേനെ പണ്ട് തൊട്ടേ ഭവാനിക്ക് അത്ര പിടുത്തമുള്ളൊന്നും അല്ല. നേരെ ഭവാനി അഞ്ജന അടുത്തേക്കുന്നു. അഞ്ജന അടുത്തെന്നിട്ട് പറഞ്ഞു, അതെ അവൾ എത്തിയിട്ടുണ്ട് അനുപമ. അതിനെന്താ അമ്മേ? എടി, നിനക്കറിയത്തില്ല അവളുടെ സ്വഭാവം. അവള് അജയ്ക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നവളാ. കാരണം അവള് പണ്ട് തൊട്ട് ഇവിടെ വരുന്ന എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ അമ്മേ, അവളിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാ? നിനക്കറിയത്തില്ലാഞ്ഞിട്ടാ. അവളും അജയും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ പലതും നടക്കുമെന്ന് പറഞ്ഞു. ഭവാനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനുപമ ചോദിച്ചു, എന്തൊക്കെയുണ്ട് കല്യാണ ചെറുക്ക വിശേഷങ്ങളൊക്കെ? ഇനി അധികം വൈകാതെ കല്യാണമല്ലേ? എടി, എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. താല്പര്യമില്ലെന്നോ? അതേന്നേ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടമില്ലാത്തൊരു കല്യാണമോ. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആരും അനുസരിക്കുന്നില്ല. എല്ലാവർക്കും ഈ കല്യാണം തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക. പോരാത്തൻ അവളുണ്ടല്ലോ അഞ്ജന,
അവൾക്ക് ഈ ബന്ധം മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞൊന്ന് ഒഴിവായി തരാനായിട്ട്. അതെന്താടാ നീ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ലേ? ഇല്ലാന്നേ, അവൾക്ക് എന്നെ മതിയെന്ന് ഒരേ ഭാഷയാ, ഏതാണ്ട് വാശിയും വൈരാഗ്യം തീർക്കാനെന്ന പോലെയാ എൻ്റെ അടുത്ത് പെരുമാറുന്നേ. എന്നെ ശരിക്കും ഇഷ്ടമാണോന്ന് പോലും അറിയത്തില്ല, പക്ഷെ അവൾ എന്നെ കെട്ടണമെന്നൊരു ഒറ്റ വാശിയില്ല. എങ്ങനെയാ നമുക്ക് ഈ കല്യാണം കലക്കണോ? നിനക്ക് ഇഷ്ടമില്ല നീ പറഞ്ഞാൽ മതി, ഈ കല്യാണം ഞാൻ കലക്കി തരാമെന്ന് പറഞ്ഞു. അജയ് പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നില്ല. മുത്തശ്ശിയൊക്കെയാണെങ്കിലും ഒരേ നിർബന്ധമാണ്, മുത്തശ്ശിയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഈ കല്യാണം നടത്തുമെന്ന്. എടാ ഈ അനുപമേനെ നിനക്കറിയത്തില്ലേ, നിന്റെ കൂടെ എന്തിനും എതിര് നിൽക്കുമെന്ന്. ഒരു കാര്യം ചെയ്യാം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് ഈ കല്യാണം കൂടെ കലക്കാടാ. നീ നോക്കിക്കോ, ഈ ബന്ധം നടക്കാതിരുന്നാൽ പോരെ. അവൾ നീ ഒന്നാവരുത്. അതിന് ഈ അനുപമ ഏറ്റു. ഇന്ന് മുതൽ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാണ് ജയിലിൽ അംബിക ഇരിക്കുന്നത്. അംബികയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. അന്ന് ആ നാടകം പോലെ അത് അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു എന്നൊരു ചിന്ത. താൻ എന്ത് സമയത്ത് ഏത് സമയത്താണോ ആ കത്തിയെടുത്ത് കൈ പിടിച്ച വേണ്ടിയിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ആ കൊലയാളിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ എളുപ്പമായത്. എന്നിട്ടോ അയാൾ വന്നത് ചെയ്തിട്ട് പോയിട്ടും താൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്ന പോലും ഇല്ല. തൻ്റെ മോള് ഇപ്പം തന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുക. പാവം എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. അച്ഛനും പോയി, അവളെ ജീവനും തുല്യം സ്നേഹിച്ച അച്ഛനും പോയി, അതുപോലെ തന്നെ താനിപ്പം ജയിലിലും. ഇതിന് മാത്രം എന്ത് പാവമാണോ ചെയ്തേ? ഒരു പക്ഷേങ്കിൽ അവളുടെ കാര്യത്തിൽ തങ്ങളെടുത്ത തീരുമാനമാണോ ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാതെ വന്നത്? അവൾ ആരാ എന്താന്നുള്ള സത്യങ്ങളൊക്കെ അദ്ദേഹം പറയാനായിട്ടിരിക്കുമായിരുന്നു. ആ കൃത്യസമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ദൈവമേ, ഇനി എന്തായതെന്ന് അറിയത്തില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാലും അവളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകണം. ഇവിടെ നിന്നിട്ടുണ്ട് അവളുടെ ജീവൻ ആപത്താണ്. ഭൂമിയുടെ ഒരു കാരണവശാലും അത് പാടില്ല. പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങണം. താനൂടെ ഇറങ്ങിയില്ലെങ്കിൽ അവൾക്ക് ആരോ ഉള്ളേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവോ എന്നൊരു ഭയം അംബികയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അംബികയ്ക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അംബിക കഴിക്കാൻ കൂട്ടാകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഒരു വരുന്ന പോലീസുകാർ പറഞ്ഞു അതെ കഴിക്കാൻ പറഞ്ഞു. വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല കഴിച്ചോ, കഴിച്ചില്ലെങ്കിൽ ഭൂമിക്ക് സങ്കടമാവില്ലേ അമ്മ കഴിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഭൂമി അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോഴേക്കും അംബിക പറഞ്ഞു എൻ്റെ മോള് പാവുക, എൻ്റെ മോളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വേണ്ടിയിട്ട് അവൾ ഓടി നടക്കുക. അതാ പറഞ്ഞത് ചേച്ചിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഭൂമി രാവും പാലും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്നാലും അംബികയുടെ രണ്ട് കടം നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു. അതേ സമയത്ത് ഭൂമി ബസ്സിലേക്ക് പോയി കയറുവാണ്. പക്ഷെ ബസ്സിൽ പോകുന്ന സമയത്തും ഭൂമിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും അങ്ങനെ കടന്നു വന്നു. ഒടുവിൽ ശങ്കരനാരായൺ പറഞ്ഞ ആ റിസോർട്ടിൽ അവിടേക്ക് ചെല്ലുവാണ്. ആ റിസോർട്ടിലാണ് ശങ്കരനാരായൺ ഉള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്നു ശങ്കരനാരായണ സാറിനെ കാണുവാണ്. സാറിനെ കണ്ട് സാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പം ഭൂമിയെ ക്രിമിനോളജിയൊക്കെ പഠിപ്പിച്ചാണ്. എല്ലാം കേട്ട് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഭൂമി താൻ കണ്ടെത്തിയ തെളിവുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ശക്തനായ ഒരു കൊലയാളിയുണ്ട് ഭൂമി. എന്താണെങ്കിലും ഭൂമിയുടെ അമ്മയല്ല ഇത് കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അത് ഇതിനകത്തുനിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഭൂമിയുടെ ഊഹങ്ങളൊക്കെ ശരി തന്നെയാണ്. ഭൂമി കണ്ടെത്തിയ പോയിന്റ് ശരി തന്നെയാണ്. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സാറേ, എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അല്ല ഭൂമി പറഞ്ഞില്ലായിരുന്നു ഭൂമിക്ക് ഒരു ഫോൺ കിട്ടിയെന്ന് അച്ഛൻ്റെ? കിട്ടിയായിരുന്നു, ഫോൺ കിട്ടിയായിരുന്നു. പക്ഷെ അത് ഓണായില്ല എന്ന് പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് ഓണാക്കി എടുത്തു നോക്ക്, ചിലപ്പോൾ ഒരു പക്ഷേ അതിനുള്ളിൽ കൊലയാളിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അല്ല അതെങ്ങനെ, ആ ഫോൺ എവിടുന്നാ ഭൂമിക്ക് കിട്ടിയെന്ന് ചോദിച്ചു. ആ നിലത്ത് കിടന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെ ആ ഫോൺ അവിടെ എത്തിയെന്ന് ഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേങ്കിൽ ഈ കൊലയാളിയുമായിട്ടുള്ള പിടിവലിക്കിടയിലാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ഒരു പക്ഷെ നാടകം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന ആ ഫോണിനകത്ത് കിടും. ഒരു പക്ഷേ ഭൂമിയുടെ അച്ഛനെ വിളിച്ച കോൾസിൽ ഏതെങ്കിലും ഒന്നില്ലാത്ത ഈ പറയുന്ന ആളുടെ നമ്പരോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് കാണും. ഏത് സമയത്തും കൊല ചെയ്യപ്പെടാവുന്ന കത്തിനകത്തുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഭൂമി ആ ഫോൺ എങ്ങനെയൊന്ന് ഓണാക്കാൻ നോക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭൂമിക്കും തോന്നി ശരിയായിരിക്കുമെന്ന്. പിന്നീട് ശങ്കരനാരായണ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ ഭൂമിയോട് പറഞ്ഞു വിടുന്നുണ്ട്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഭൂമിക്കൊരു ആശ്വാസമായി. അങ്ങനെ ഭൂമി അവിടുന്ന് തിരിക്കുകയാണ്. ഭൂമി അവിടുന്ന് തിരിച്ചു കഴിയുമ്പോഴത്തേനും ഭൂമിയെ പിന്തുടർന്നുകൊണ്ട് ഈ പറയുന്ന കമാലുണ്ടായിരുന്നു. കമാല് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഭൂമി എങ്ങോട്ടാ പോകുന്നത്, ആരെയാ കാണുന്നതെന്നൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഭവാനിക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഭവാനി പറഞ്ഞു ഒരു കാരണവശാൽ അവൾ ഹൈ റേഞ്ചിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചെത്തല്ലേ, അതിന് മുമ്പ് തന്നെ അവളുടെ കഥ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കമാൽ അവളെ പിന്തുടർന്ന് വരുവാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തൊക്കെ പിന്തുടർന്ന് വന്നാലും ഒടുവിൽ അജയ്ക്ക് കൊണ്ടുവന്ന ആ കത്ത് കൈമാറും ഭൂമി.
ആ കത്ത് കണ്ടു കഴിയുമ്പോൾ അജയ്ക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ പിന്നിലെ ശക്തനായ കൊലയാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ കഥകളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.